Hi, I'm Thesnim Azeez. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ബ്രെഡാണ്, സ്റ്റഫ്ഡ് ബ്രെഡാണ്. എന്താ പറയുക, പൊട്ടറ്റോ ബ്രഞ്ച് ബ്രെഡ്. പൊട്ടറ്റോ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്, ചീസ് വരുന്നുണ്ട്. നമ്മളൊരു എന്താ പറയുക, ഇത് എൻ്റെ ഈ ബ്രെഡ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഹോം ബേക്കേഴ്സ് അവരെപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെഡ്സ് കാണിച്ചു തരാൻ പറയും. ഗാർലിക് ബ്രെഡാണ് അവർ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. പിന്നെ കാൽസോൺ ഉണ്ട്, പിന്നെ ഇപ്പം എന്നെ സ്റ്റഫ് ചെയ്ത എന്താ പറയുക ന്യൂട്രെല്ല, ബബ്ക, അങ്ങനെ പല എന്താ പറയുക ടർക്കിഷ് ബ്രെഡ്, അങ്ങനെയൊക്കെയാണ് അവർ എൻ്റെ ക്ലാസ്സിൽ വരുന്ന റെസിപ്പീസ്. അപ്പോൾ ഇത് അതേപോലെയുള്ള വേറെ എന്തെങ്കിലും ഒന്ന് സ്റ്റഫ്ഡ് ഒരു ബ്രെഡ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടെ വീഡിയോ കാണുന്ന ഹോം ബേക്കേഴ്സ് ഉണ്ടാവുമല്ലോ, അവർക്ക് കൂടെ ഒരു ഉപകാരപ്പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. എനിവേ എന്തായാലും നല്ലൊരു ബ്രെഡാണ്, കാരണം പൊട്ടറ്റോ ചീസും എല്ലാം കൂടെ മെൽട്ടായിട്ട് നല്ല ബ്രെഡാണ് കേട്ടോ. ഞാനിതിൽ ചെഡാർ ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സെയിലിനൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് പോലെ ഇങ്ങനെ ചീസ് ഇതായി വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊസറല്ല യൂസ് ചെയ്തോളൂ. ഞാൻ ചെഡാർ യൂസ് ചെയ്തേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. എനിവേ എന്തായാലും നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് കാണാം എങ്ങനെയാണ് റെസിപ്പി ചെയ്യണമെന്ന് നോക്കാം. 1.25 കപ്പ് മൈദ, 1.25 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/3 കപ്പ് ലൈറ്റ് ചൂടായിട്ടുള്ള പാലാണ്. വെള്ളം ഇനി ഇത്ര തന്നെ ചേർക്കണം. നമുക്ക് തുടങ്ങാം. ഓൾമോസ്റ്റ് ഒരു 1/3 കപ്പ് വെള്ളം തന്നെയാണ് ഇനി വേണ്ടി വരിക. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ചേർക്കാൻ. 1/3, ചിലപ്പോൾ 1/3 കംപ്ലീറ്റ് വേണ്ടി വരില്ല. കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് എന്തുമാത്രം സോഫ്റ്റാണെന്ന് നോക്കിയാൽ. ഞാനിതിൽ 1/3 കപ്പ് വാട്ടർ, 1/3 കപ്പ് പാല്, രണ്ടും ഇളം ചൂട്, വളരെ ലൈറ്റായിട്ടുള്ള ചൂടുള്ളതായിരുന്നു ഞാൻ ചേർത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു ഡ്രോപ്പ് ഓയിൽ ഒരു പാത്രത്തിൽ, ഉള്ള എണ്ണ എല്ലാ പാത്രത്തേക്കും ഒന്ന് ആക്കിയാൽ മതി. അല്ലെങ്കിൽ മുകളിലൊരു ഡ്രോപ്പ് ഒഴിക്കുക, മുകളിലൊരു ഡ്രോപ്പ് ഓയിലാക്കി. ഇങ്ങനെ നമുക്ക് ഇതൊരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂർ വയ്ക്കാം. 1/4 കപ്പ് മെൽറ്റഡ് ബട്ടറാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില, ഒരു 1/4 കപ്പ് വരെ ചേർക്കാം. വെളുത്തുള്ളി 1.5 ടേബിൾ സ്പൂൺ. ഗാർലിക് ബ്രെഡിന് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്, കാൽസോണിനും അതേപോലെ തന്നെയാണ് ചെയ്യണം. ഒരു വലിയ പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തതാണ്, ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്തെടുത്ത് അത് മാഷ് ചെയ്ത് ഇതിലേക്ക് ഈ ബട്ടർ മിക്സിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കുറച്ചിവിടെ വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഒന്ന് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിലേക്കൊരു ബട്ടറിൻ്റെയും ഒരു ഫ്ലേവർ കയറുകയും ചെയ്യും. മല്ലിയില, വെളുത്തുള്ളി, പിന്നെ ഉപ്പുണ്ട്. നമ്മൾ മാവ് പൊങ്ങി വന്നതുണ്ട, ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഏറിയായിട്ട് നല്ല പൊങ്ങി വന്നിട്ട് നല്ല മാവാണ്. ഇപ്പോൾ നമ്മളിതിനെ ഒന്നുകൂടെ കൈ കൊണ്ട് കുഴച്ചു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരെണ്ണം കുറച്ച് വലുതായിരിക്കണം. 2 പീസായിട്ടാണ്, ഒരെണ്ണം കുറച്ച് വലുതായിരിക്കണം. ഇത് കുറച്ച് മൈദ തൂവിയിട്ടൊന്ന് പരത്തണം.
നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മിക്സ് കുറച്ച് ക്രഷ്ഡ് ചില്ലി അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കുറച്ചുകൂടെ നമ്മൾ മുകളിലും ചേർക്കുന്നുണ്ട്, അപ്പോൾ നോക്കി നോക്കി ചേർത്താൽ മതി. ഒറിഗാനോ 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ചീസ് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ചെഡാർ ചീസാണ്. നിങ്ങൾക്ക് മൊസറല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മൊസറല നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന പോലെ ഇലാസ്റ്റിക് പോലെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മൊസറല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും ചെഡാറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ. കുറച്ചുകൂടെ ക്രഷ്ഡ് ചില്ലി, കുറച്ചുകൂടെ ഒറിഗാനോ. ഇത് നമ്മുടെ ഈ പീസ് ബാക്കിയുള്ള മാവ് ഒന്നുകൂടെ പരത്തിയിട്ട് ഇതിനാണ് ഞാൻ കുറച്ച് വലുതാക്കി എടുക്കണം എന്ന് പറഞ്ഞത്. ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് തുറന്ന് വരും കേട്ടോ. എപ്പോഴായാലും ശ്രദ്ധിക്കണം, അത് ഗാർലിക് ബ്രെഡ് ആയാലും മടക്കി വയ്ക്കുകയാണ്, ചെറിയ അറ്റം ഒന്ന് മടക്കി വയ്ക്കുക. ബാക്കിയുള്ള ബട്ടർ മിക്സ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്രഷ്ഡ് ചില്ലി, കുറച്ച് ഒറിഗാനോ. കൈ വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോളാം. ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊത്ത് കുത്തി കൊടുക്കും. ഹീറ്റായി 160 ഡിഗ്രിയിൽ അരമണിക്കൂർ ബേക്ക് ചെയ്യാം. ആയി നമുക്കെടുക്കാം. നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ ബ്രെഡിൻ്റെ ബണ്ണിൻ്റെയൊക്കെ പോലെ കുറച്ച് ക്രിസ്പായിട്ടും ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. നല്ല സോഫ്റ്റ് ബ്രെഡാണ്, അതേപോലെ തന്നെ നല്ല ചൂടുമുണ്ട്. ഭയങ്കര സോഫ്റ്റാണ് ബ്രെഡ്. നോക്കിയാൽ
ഈ ചോക്ലേറ്റ്സ് എൻ്റെ സ്റ്റുഡൻറ്റ് അരുണ, ബാംഗ്ലൂരിൽ നിന്നുള്ള അരുണ ചെയ്യുന്ന ചോക്ലേറ്റ്സ് ആണ്. അവൾ നന്നായിട്ട് സെയിലും ചെയ്യുന്നുണ്ട്. അരുണയാണ് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് ഷോപ്പിലേക്കുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ സന്തോഷമുണ്ട്. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാവരും ചോക്ലേറ്റ്സ് സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഓൺലൈൻ ക്ലാസ് ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.